മലപ്പുറം കൊണ്ടോട്ടിയിൽ പാർക്കിങ്ങിനെ ചൊല്ലി യുവാവും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ കയ്യാങ്കളി. കൊണ്ടോട്ടി പുളിക്കൽ സ്വദേശി നൗവലും കൊണ്ടോട്ടി സ്റ്റേഷനിലെ CPO സ്വതകതുള്ളയും തമ്മിലുള്ള തർക്കമാണ് മൽപ്പിടുത്തത്തിൽ കലാശിച്ചത്. യുവാവിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സമീറെ, എന്തുകൊണ്ടാണ് ഈ കയ്യാങ്കളി? പോലീസുകാരൻ്റെ യൂണിഫോമിനോട് വിലമതിക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണോ? SKNA കൊണ്ടോട്ടി ടൗണിൽ പതിവായി ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു ഭാഗമാണ് ഈ പാണ്ടിക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ഭാഗത്ത് യുവാവ് വാഹനം നിർത്തിയിരുന്നു. ഒരു സമീപത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം പാഴ്സൽ വാങ്ങുന്നതിന് വേണ്ടി യുവാവ് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് യുവാവ് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് താങ്കളാണ് ഇവിടെ ഗതാഗത തടസ്സമുണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചിത്രമെടുത്തു. ഇതാണ് യുവാവിനെ പ്രകോപിപ്പിച്ചത്. യുവാവ് ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഇത് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് പറയുകയായിരുന്നു. ഇങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാഹനത്തിൽ കയറ്റുമ്പോഴാണ് ഈ യുവാവായിട്ടുള്ള നൗഫലും അതോടൊപ്പം തന്നെ CPO സ്വതക്കത്തും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. തുടർന്ന് നേരം ബലപ്രയോഗം ഉണ്ടാവുകയും പിന്നീട് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവിനെ എത്തിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് യുവാവിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യൽ, അതോടൊപ്പം തന്നെ ഗതാഗത തടസ്സം ഉണ്ടാക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് യുവാവിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന സഹോദരി വ്യക്തമാക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥൻ അനാവശ്യമായി വാഹനത്തിൽ അടിക്കുകയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനോട് തിരിച്ചു മറുപടി പറഞ്ഞതാണ് പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ യുവാവിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന യുവാവിന്റെ സഹോദരി നമ്മോട് വ്യക്തമാക്കിയത്. ഓക്കെ, താങ്ക് യു സമീർ ബിൻ കരീം. കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ പാർക്കിംഗ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പൊതുനിരത്തുകളിൽ നാഷണൽ ഹൈവേ ഒക്കെ പോകുന്ന വഴിക്കൊക്കെ തന്നെ ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തിൽ കയറി നമുക്കൊരു സാധനം വാങ്ങണം, ഈ വണ്ടി എവിടെ കൊണ്ടിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പണ്ടൊക്കെ ഒരു കാലത്ത് സൈക്കിളും 2 വീലറും ആളുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 4 വീലറാണ്. ഈ ബൈക്ക് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് ഒരു കാർ വാങ്ങിക്കാൻ പറ്റുന്ന കാലത്ത് മിക്കവാറും ഒരു വീട്ടിലൊക്കെ ഒന്നിലധികം കാറുകളൊക്കെ ഉള്ള കാലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണ് ഈ പാർക്ക് ചെയ്യുക, അതൊരു വലിയ പ്രശ്നം. അങ്ങനെ വരുമ്പോഴാണ് ഈ നടു റോഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ സാധനം വാങ്ങാൻ കയറി പോകുന്നത്. ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് കയറി പോകും. ഇത് പലപ്പോഴും ട്രാഫിക് തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം തുറക്കുന്നുവെങ്കിൽ ആദ്യം ആലോചിക്കേണ്ടത് എത്ര പാർക്കിംഗ് ആ സ്ഥാപനത്തിനുണ്ട് എന്നതാണ്. പാർക്കിംഗ് ഇല്ലെങ്കിൽ കച്ചവടം കട്ടപ്പോക.